അംഗൻവാടി ജീവനക്കാർക്ക് പ്രതിസന്ധിയായി ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റം. പോഷൻ ട്രാക്കറിൽ ഫേസ് റെക്കഗ്നീഷൻ ചെയ്യാൻ പലർക്കും കഴിയുന്നില്ല. സർക്കാർ നൽകിയ ഫോണിന്റെ സാങ്കേതിക തകരാറാണ് പ്രതിസന്ധികൾക്ക് കാരണം. ഇതോടെ ഉപഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അംഗൻവാടി ജീവനക്കാർ. നമുക്കൊന്ന് പ്രതികരണം കേട്ടുവരാം. അവർ തന്നിട്ടുള്ള ഈ ഫോണാണ് നമുക്കിത് തന്നിട്ടുള്ളത്. ഇത് തന്നിട്ട് ഒരു 6 വർഷമൊക്കെ വരും. ഇത് ഞങ്ങൾക്ക് 1 വർഷം പോലും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. മിക്ക ടീച്ചർമാർക്ക് ഇത് 5000-ൽ കൂടുതൽ രൂപ പണിക്കൂലി ആയിട്ടുണ്ട്. അതിൻ്റെ പൈസ പോലും അവർ തന്നിട്ടില്ല. എന്നിട്ട് ഈ ഫോൺ എന്ത് ചെയ്ത് വർക്കിങ്ങും അല്ല. നമ്മുടെ ഇപ്പം ഫുൾ സർവേയിൽ നമ്മുടെ ഇതിൽ ചെയ്യണമെന്ന് പറഞ്ഞു, മൊബൈലിൽ ചെയ്യണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഫോൺ നമുക്ക് വർക്കിംഗ് കണ്ടീഷൻ അല്ല. പണ്ട് നമുക്ക് ഫോം വഴിയായിരുന്നു. ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്താണ് നമ്മൾ ഓഫീസിൽ കൊടുത്ത് അവർക്ക് പൈസ വാങ്ങിച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ഇത് നമ്മുടെ സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയിട്ട് പോഷൻ ട്രാക്കറുമായിട്ട് അത് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫേസ് പോഷൻ ട്രാക്കറിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഡയറക്റ്റായിട്ട് നമുക്ക് ആ PMMVY ചെയ്യാൻ പറ്റത്തുള്ളൂ. 6 മാസം വരെ എല്ലാവരും അത് യൂസ് ചെയ്തു. പക്ഷേ 6 മാസത്തിന് ശേഷം ഫോൺ പ്രശ്നം തന്നെയാണ് എല്ലാവരും നേരിട്ടുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് പൈസ ഒരുപാട് മുടക്കി. പക്ഷേ എന്നാലും പൈസ തിരിച്ച് അവർക്ക് കിട്ടിയില്ല. ഫോണും ഇപ്പം പഴയ അവസ്ഥയിലാണ്, ഉപയോഗശൂന്യമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു പരാതി നമ്മുടെ ഓഫീസിലോട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി എല്ലാവരും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. സാന്ത്വന നമുക്കിപ്പം ഉണ്ട്. സാന്ത്വന, ഗുഡ് മോർണിംഗ്. സാന്ത്വന, അംഗൻവാടി ടീച്ചർമാരുടെ കയ്യിൽ 4-5 വർഷം മുമ്പ് കൊടുത്ത ഒരു, എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്കിലും പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഫോണാണ്. ആ ഫോണിൽ ക്യാമറ തന്നെ പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടാവില്ല. ഫോൺ തന്നെ വിളിച്ചാൽ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഫോൺ ഉപയോഗിച്ചാണോ ഇവർ ഫേസ് റെക്കഗ്നീഷനൊക്കെ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ പെട്ടിരിക്കുകയാണോ നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ? ഡോക്ടർ അരുൺ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അവർ പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ഫോൺ അത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കമ്പനിയുടെ ഫോണാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കമ്പനിയുടെ പേര് സോളോ എന്നാണ്. ഏതാണ്ട് 20,000 രൂപയുടെ വില വരുന്ന ഒരു ഫോണാണ് എന്ന് പറഞ്ഞാണ് 2019 ശേഷം ഈ അംഗൻവാടി ജീവനക്കാർക്കൊക്കെ തന്നെയും ഈ ഫോൺ കൊടുത്തത്. അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി കാര്യക്ഷമമാക്കാനും അതുപോലെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെയും ഒക്കെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു ഫോൺ നൽകിയത്. പക്ഷേ ഫോൺ നൽകിയത് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫോണുകളൊക്കെ കേടായി പോയി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ അംഗൻവാടി ജീവനക്കാർ ഒക്കെ തന്നെ പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഗുണഭോക്താക്കൾക്ക് പലർക്കും ആവശ്യമായ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഈ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം ഒക്കെ തന്നെയും ആദ്യത്തെ പ്രസവത്തിൽ 5000 രൂപയും രണ്ടാമത്തെ പ്രസവത്തിൽ 6000 രൂപയും ഒക്കെ വാങ്ങുന്ന ഗുണഭോക്താക്കളുണ്ട്. പക്ഷെ അത് വാങ്ങണമെങ്കിൽ പല ആളുകൾക്കും ഈ ഫേസ് റെക്കഗ്നിഷൻ ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഇത് കൊടുക്കൂ എന്നുള്ള ഒരു നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തേക്ക് അത് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പൈസ വാങ്ങുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഫേസ് റെക്കഗ്നിഷൻ ചെയ്തിട്ടാണ് വാങ്ങുന്നത്. പക്ഷെ അത് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് മാതൃവന്ദന യോജന പ്രകാരമുള്ളത് മാത്രമല്ല, പല സേവനങ്ങളും അംഗൻവാടി ജീവനക്കാർക്ക് നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഈ ഫോണിന്റെ കേടുപാടുകളും പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി പല തവണ ഇവർ പല നിവേദനങ്ങൾ നൽകി മുഖ്യമന്ത്രി അടക്കം ഇത് ചൂണ്ടിക്കാട്ടിയെങ്കിലും ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർ അരുൺ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു. സാന്ത്വനയാണ് ചേർന്നത്. അത്യാവശ്യം പ്രവർത്തിക്കുന്ന ഒരു ക്യാമറയെങ്കിലും വേണ്ടേ ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റത്തിന്? ഇത് ക്യാമറയിൽ പതിഞ്ഞാലേ ഫേസ് റെക്കഗ്നീഷൻ വരൂ. 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് സോളോ എന്ന ഏതോ ഒരു പ്രാകൃത കമ്പനിയുടെ ഫോണാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. പാവം നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ എന്ത് ചെയ്യും അല്ലേ?